കൊടുക്കുന്നു. അത് പ്രകാശനം ചെയ്യാനായിട്ട് ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുമ്പം നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗാണ്. ആക്ച്വലി എല്ലാ വർഷവും നടക്കുന്നതാണ്. ഫ്രട്ടേണിറ്റിയുടെ എല്ലാ വർഷവും നടത്തി പോരുന്ന ഒരു ക്രിക്കറ്റ് ലീഗാണിത്. അപ്പോൾ ഞങ്ങളുടെ ടീം ഇറങ്ങുന്നുണ്ട്. സ്നേഹപൂർവ്വം ശ്യാമയുടെ ഒരു ടീമുണ്ട്. അതുപോലെ എല്ലാ സീരിയലിൽ നിന്നും ഒരു ടീം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. വേറൊന്നുമല്ല, ഞങ്ങൾക്കിത് കളിയേക്കാൾ ഉപരി എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു സമയമാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടൈമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നു. മഴയാണ്. മഴ മാറി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ടീം അംഗങ്ങൾക്കും ബാക്കി എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹായ്, ഞാൻ മിഥുൻ. ടി സി എല്ലിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു 2018 മുതലാണ് ഞാൻ ഈ ടി സി എല്ലിൽ കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ ടൈം വർക്ക് ചെയ്തിരുന്നത് ഭാര്യ എന്ന് പറഞ്ഞ സീരിയലാണ്, ഏഷ്യാനിലെ ഭാര്യ. പിന്നെ അതിനുശേഷമുള്ള ഓരോ വർഷവും എല്ലാ വർഷം ഒരു വർഷം പോലും മിസ്സാവാതെ കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു സീസൺ മാത്രമേ എനിക്ക് ഒരു ദിവസം കളിക്കാൻ. കാര്യം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് കളിക്കാൻ, ആ കളി മാത്രമേ എനിക്ക് മിസ്സായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ വി ട്രാക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ടീമിനുണ്ട്. ഈ വർഷം ഈ സീസണിൽ ഞാൻ കളിക്കാൻ ഇറങ്ങുന്നത്. പിന്നെ ടീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റിലായിട്ടുള്ള ടീം തന്നെയാണ്. ബട്ട് എന്നാലും നമ്മൾ എപ്പോഴും നമ്മൾ എന്തായാലും ജയിക്കാൻ വേണ്ടി ആയിരിക്കില്ല കളിക്കുന്നത്. പിന്നെ ഓവറായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ വയ്ക്കുന്നില്ല. കാര്യം ജയം തോൽവി എല്ലാം കളിയുടെ ഒരു പാർട്ടാണ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എന്തായാലും കളി എടുക്കത്തുള്ളൂ. പിന്നെ ഈ വർഷം എല്ലാ വർഷം പോലെ തന്നെ നല്ല രീതിയിൽ കളിക്കാം എന്ന് വരുമ്പോൾ മാത്രമല്ല, ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ വരുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ മാത്രമായിരിക്കും നമ്മളെപ്പോഴും കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫീൽഡിൽ നമ്മളെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സ് വരും, അതുപോലെ തന്നെ കൺട്രോളേഴ്സ്, ഇവിടെ ഉള്ള വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരും. എല്ലാം ഒരു ഫാമിലി പോലെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. നമ്മളൊരു ഉത്സവം കൂടുമ്പോൾ എല്ലാവരും കാണുന്നില്ല, അതുപോലെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്നതാണ്. ദാറ്റ്സ് ഓൾ. ടി സി എല്ലിനെ പറ്റി ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ടി സി എല്ലിൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നുമില്ലാതെ അപ്പൊ ഞാനൊരു 2 വർഷം നാട്ടിലില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാനിപ്പോ തിരിച്ചു വന്ന് ഇപ്പൊ ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് TV-യിൽ പോകുന്ന ഒരു സീരിയലിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇത് മൊത്തം കട്ടായി, ഇവന്മാർ മൊത്തം കുളവാക്കി, എല്ലാം അലമ്പാക്കി. അതാണ് അടുത്തതും വന്ന്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം, ഇല്ലെങ്കിൽ നടക്കൂല ഇത്. അപ്പോൾ എല്ലാം ലൈവായല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഒന്ന് അങ്ങോട്ട് പാൻ ചെയ്തോ. ഇപ്പോൾ 2 വർഷം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഈ ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുവാണ്. ഇന്ന് മഴയായത് കാരണം ഇച്ചിരി ഡിലേ ആയി, പക്ഷെ നമ്മൾ പൊളിക്കും. അവിടെ നിന്ന് ഇപ്പം പറഞ്ഞു വിട്ടു ലെജൻഡ്സ് ടീമിലേക്ക് പൊക്കോളാൻ. 45 വയസ്സുള്ളവർക്കുള്ള കളി നടക്കുന്നുണ്ടെന്ന്. ആ കൂട്ടത്തിൽ നീ ഇപ്പൊ കളിക്കുന്നില്ലേ? അപ്പോൾ ഈ സീസൺ അടിച്ച് തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അടിപൊളി. ഹലോ, ഞാൻ ഹരിത. ആക്ച്വലി ഞാനിവിടെ ടി സി എല്ലിൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സ്നേഹപൂർവ്വം ശ്യാമ ടീമുണ്ട് ഇവിടെ. അപ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്ലസ് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ നായകൻ നിതിൻ ചേട്ടനുണ്ട്, പിന്നെ ഗൗതം ഉണ്ട്, പിന്നെ ആകാശുണ്ട്, റെജിൻ ഒക്കെ ഉണ്ട്. അപ്പം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് കപ്പ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് റെജിൻ. സ്ഥലം കാസർഗോഡാണ്. ഞാനിവിടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നത് വില്ലൻ റോളായിട്ട്. ഗൗതം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര്. പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ടീം നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അബി. ഇപ്പോൾ ടി സി എല്ലാണ് നടക്കാൻ പോകുന്നത്. ടി സി എല്ലിൻ്റെ മഴ കാരണം ഇങ്ങനെ കളി നടക്കുമോ നടക്കില്ല എന്നുള്ള ടെൻഷനിലാണ്. പക്ഷേ ഒരുപാട് മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മളായിരുന്നു മൗനരാഗം ടീമായിരുന്നു വിന്നേഴ്സ്, ഞങ്ങളായിരുന്നു അതിൻ്റെ ടീംമേറ്റ്സ്.
ഇപ്രാവശ്യം അതുപോലെ തന്നെ കപ്പടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ടീമും നല്ല ടീമാണ്. നമുക്ക് മാക്സിമം നോക്കാം. ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. സീരിയലിൽ റിലേറ്റ് ചെയ്ത് ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, ക്യാമറ അസിസ്റ്റൻസ്, ക്യാമറമാൻ, കൺട്രോൾ ചെയ്യുന്നത്, ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ പോകുമെന്ന് നോക്കാം. അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു. മലയാളം ടെലിവിഷൻ പറ്റേണ്ടിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു CCL ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് വളരെ സന്തോഷകരമായ സംഭവമാണ്. കാരണം എല്ലാ വർഷവും ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് കൃത്യമായിട്ട് നടക്കുന്ന ഒരു സെലിബ്രേഷനാണിത്. നമ്മുടെ സീരിയൽ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒത്തുകൂടാനും അവരുടെ ഈ കലാപരമായ ആക്ടിവിറ്റിക്കപ്പുറം കായികമായ ഒരു ആക്ടിവിറ്റി ഈ ക്രിക്കറ്റിലുള്ള അവരുടെ ഒരു കഴിവ് പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. വളരെ സന്തോഷപൂർവ്വം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു കളിക്കാരനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാണിയായിട്ടും എൻ്റെ ഒരു സംഘാടക സമിതിയിലുള്ള ആളായിട്ടും വളരെ സജീവമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഹായ്, ഞാൻ ശില്പ. നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്ത് TCL മാച്ച് നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് വന്നതാണ്. നമ്മൾ സ്നേഹപൂർവ്വം ശ്യാമ എന്ന് പറഞ്ഞ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സാണ്. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ചിലപ്പോൾ ഇന്ന് മഴയായത് കൊണ്ട് ഇന്ന് മാച്ച് ഉണ്ടാവില്ല. ഇനി നാളെ മറ്റന്നാൾ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട്. ഗുഡ് ന്യൂസ് ഉണ്ട്, ഇവർക്ക് നാളെ ഫസ്റ്റ് കളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, നാളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ വന്നിട്ട് ചിയർ ചെയ്യും. ഇവിടെയുള്ള എല്ലാ ടീംസിനും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മൈക്കോണാണല്ലോ. നമസ്കാരം, എൻ്റെ പേര് രതീഷ് മായ. ഞാനിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് CTVയിലെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന് പറയുന്ന രാത്രി 9 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാനും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഞങ്ങളിത് TCL തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാണ്. 9 വർഷവും ഓരോരോ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വേറൊരു സീരിയൽ, ഏഷ്യാനെറ്റിലെ സീരിയലും മനോരമ സീരിയലൊക്കെയായിരുന്നു. ഇത്തവണ CTVയുടെ സീരിയലിന് വേണ്ടി കളിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ കളിക്കാൻ ഇറങ്ങുന്നത്. ഓംകാരം പ്രൊഡക്ഷൻസാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അവർക്ക് വേണ്ടി കളിക്കാറുണ്ട്. TCLനെ പറ്റി പറയുകയാണെങ്കിൽ TCL എന്ന് വെച്ചാൽ ടെലിവിഷനിലെ എല്ലാ കൂട്ടായ്മയാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഡയറക്ടേഴ്സ് വരെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് മാമാങ്കം എന്ന് പറയുന്നത്. നമ്മളതൊരു ഉത്സവമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് വലിയ വാശി വൈരാഗ്യങ്ങളൊന്നുമില്ല. വാശി വൈരാഗ്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ടീം സെലക്ഷൻ നടക്കുന്നവരെ. ഇന്ന് ടോസ് ഇട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് സെറമണി തുടങ്ങുന്നത് മുതൽ ആ വാശി വൈരാഗ്യമൊക്കെ പോയി. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി മൈൻഡിലാണ്. കപ്പ് ആരെടുക്കും ആരെടുക്കില്ല എന്നുള്ളതല്ല, 3 ദിവസം എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു കൂട്ടായ്മയോടുകൂടി കളിക്കുന്നു. മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം 3 കളി കഴിയേണ്ടതാണ്. അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും, മത്സരിക്കുന്ന എല്ലാവർക്കും ജയാശംസകൾ നേർന്നുണ്ട്. നമസ്കാരം, അരുണാണ്. ഞാനിപ്പോൾ സാന്ത്വനം ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ ഇറങ്ങിക്കുന്നത്. അടിപൊളിയാക്കുക, അതായത് നമ്മളിപ്പം വർക്കിൻ്റെ പ്രഷറിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നേരം എല്ലാവരെയും കാണാം, എല്ലാ ടീമുകളെയും കാണാം, എല്ലാ സീരിയലിലെ ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു സൗഹൃദം പുതുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ കളി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മഴ ചതിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാലും നമ്മൾ കളിച്ചിട്ടേ പോകും, അങ്ങനെ നിൽക്കുക. കാരണം ഞാനിപ്പം ഇതെൻ്റെ 3ാമത്തെ സീസണാണ്. 3 സീസൺ കൊണ്ട് ഞാൻ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേറെ സീരിയലായിരുന്നു, ഇപ്രാവശ്യം സാന്ത്വനത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സീരിയലിന് തന്നെ കളിക്കണം എന്നല്ല, നമ്മൾ വേറെ സീരിയലിന് പോയി അഭിനയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് കളിയെക്കുറിച്ച്. നല്ല കളിയായി മാറും. താങ്ക് യു. ഹായ്, നമസ്കാരം. ഞാൻ സാന്ത്വനം 2 നിങ്ങളുടെ സ്വന്തം ആര്യനാണ്. ഇന്ന് നമ്മളിതാ TCL ഇവിടെ കളിക്കാൻ വന്നേക്കാണ്. ഇവിടെ നമ്മുടെ സാന്ത്വനം 2 എല്ലാവരും ഉണ്ട്. ധർമ്മനുണ്ട്, ആകാശുണ്ട്, പിന്നെ ഞാനുണ്ട്, ആലോകുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നല്ല ത്രില്ലിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കളിക്കാൻ വരുന്നത്, ഈ TCL ആദ്യമായിട്ട് കളിക്കാൻ വരുന്നത്. എന്തായാലും ഭയങ്കര ത്രില്ലിലാണ്. നമ്മൾ ഈ പ്രാവശ്യം കപ്പടിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഇത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ നൈസായിട്ട് പെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ വർഷവും. നമ്മുടെ സൈജ് സാറില്ലേ, ഡയറക്ടർ സൈജേട്ടനും ഷാജിയും അങ്ങനെ കുറേ ടീംസ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എല്ലാ വർഷവും. ഇപ്പം 9th TCLാണ് നടക്കുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്രിക്കറ്റാണ്. ഇതിനകത്ത് വാശിയോ വൈരാഗ്യമൊന്നുമല്ല, നമ്മളൊരു സൗഹൃദപരമായിട്ടുള്ള, എല്ലാവരും നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. നമ്മുടെ കൂടെ ടെക്നിക്കൽ സൈഡിൽ ജോലി ചെയ്യുന്ന എല്ലാവരുമാണ്. ഡയറക്ടർ, പ്രൊഡക്ഷനിലെ ആൾക്കാർ, യൂണിറ്റുകാർ എല്ലാവരും ഉണ്ട്.
അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒത്തുചേർന്ന ഒരു ക്രിക്കറ്റ് അത് രസമാണ്. അപ്പോൾ ഞാനും എൻ്റെ നീരൂസ് കിച്ചൻ്റെ വകയായിട്ട് 2 ട്രോഫി ഇവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഴ കാരണം ഒന്നിച്ചിരി ഡിലേ ആയിട്ടുണ്ട് കളി തുടങ്ങാനായിട്ട്. നല്ല രസമാണ്. നിങ്ങളും വരിക, പൂജപ്പുരം മൈതാനത്താണ് ഇത് കളി കാണാം. ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഏകദേശം 9 വർഷമായിട്ട് നടന്നു വരുന്ന ഒരു എല്ലാവരും കൂടെ ഒത്തുകൂടി ചേർന്ന ഒരു മാമാങ്കം പോലെ ഉത്സവമാണ് 3 ദിവസത്തെ. അതിനകത്ത് എല്ലാവരെയും ഒരുമിച്ച് കാണാനും എല്ലാ വർക്കേഴ്സിനെയും ഒരുമിച്ച് കാണാനും അവരൊരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും കൊണ്ടാടുന്നത്. ഈ വർഷവും നോക്കാം ആരൊക്കെ കപ്പടിക്കും, അടിക്കാതിരിക്കുമെന്നൊക്കെ നോക്കാം. ശരി എന്നാൽ ഓക്കെ. എല്ലാ ഒരു 9 സീസൺ കളിച്ചിട്ട് ഒരു സീസൺ മാത്രമേ കപ്പ് കിട്ടിയിട്ടുള്ളൂ എൻ്റെ ടീമിന്. ഈ പ്രാവശ്യം ഫസ്റ്റ് നേടണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. നോക്കാം, പൊരുതി നോക്കാം, കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ട് നിതിനുണ്ട്, രജനുണ്ട്, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായിക വരുന്നുണ്ട്, ശില്പ, പിന്നെ കീർത്തി, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. പിന്നെ ടീം കുഴപ്പമില്ല, സെറ്റാണ്. ഭാഗ്യം കൊണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് അടിക്കാൻ സാധ്യതയുണ്ട്. ഹായ്, ഞാൻ അഭിജിത്ത്. TCL സീസൺ 9 നടക്കാൻ പോവുകയാണ് പൂജപ്പുര വെച്ച്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യൻസ്മാരും ഇവിടെ ഗ്രൗണ്ടിലുണ്ട്. എല്ലാവരും വളരെ ത്രിൽഡായിട്ട് നിൽക്കുന്നതാണ് ഈ ടൂർണമെൻറ്റ്. നിങ്ങൾ ആ കപ്പ് കണ്ടായിരുന്നു, ആ കപ്പ് അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അത് നേടാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ട്രോഫീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും മാക്സിമം അവരുടെ പെർഫോമൻസ് എടുക്കുമെന്ന് കരുതുന്നു. ഞാനും അതുപോലെ എൻ്റെ 4ാമത്തെ സീസണാണിത്. അപ്പോൾ ഞാനും ഈ കൊല്ലം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയുക, ഓക്കെ. പിന്നെ ഞാൻ കളിക്കുന്ന ടീം മൗനരാഗം ടീമാണ്. വളരെ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ കളിക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടീം നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ടീമാണ്. പിന്നെ ഇപ്പോൾ രാവിലെ കളി തുടങ്ങാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. കാലാവസ്ഥ കാരണം ക്ലൈമറ്റ് കുറച്ച് ബാഡായി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പം വിക്കറ്റ് ക്ലിയറായി കഴിഞ്ഞാൽ, വെള്ളമെല്ലാം ക്ലിയറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ TCL സീസൺ 9 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആകാശ്. എൻ്റെ സ്ഥലം ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മാംഗല്യം തന്തുനാനെയും പിന്നെ ഇപ്പോൾ സ്നേഹപൂർവ്വം ശ്യാമ കേരളത്തിലും. എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു ഇത് കാണാൻ എൻ്റെ അടുത്ത്. എന്നാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. ഞാൻ ബെസ്റ്റ് ബോളറൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ MVP ഞാനായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഇപ്പോൾ മഴ ആയതുകൊണ്ട് ചെറിയൊരു ശോകമാണ്. എന്നാലും എല്ലാം നന്നായിട്ട് നടക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹായ്, നമസ്കാരം. നമ്മുടെ സാന്ദ്രത ടീം എല്ലാവരും ഉണ്ട് കേട്ടോ. അലോകുണ്ട്, ആര്യനുണ്ട്, ആകാശുണ്ട്, ധർമ്മജനുണ്ട്. സത്യപ്രതി അവൻ്റെ പേരും അരുൺ മണിനാടെന്നായിരുന്നു. അതിനവൻ ബെല്ല് ലാൻഡാക്കി. അതായത് മണി എന്ന് പറയുന്നത് ബെല്ല്, നാട് ലാൻഡ്, അങ്ങനെ എല്ലാവരും രാവിലെ റെഡിയായി കളിക്കാനായിട്ട് വന്നതാണ്. മഴ ചതിച്ച് അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കളിച്ചിട്ടേ പോവുള്ളൂ. 8 മണിക്ക് തുടങ്ങേണ്ട കളിയാണ്. ഞങ്ങളിപ്പോൾ സമയം നേടാം 10:10 സമയം കാണാം. ഞങ്ങൾ പരിചയമുള്ള സകലമാന മുഖങ്ങളിലൂടെ ഇപ്പോൾ എല്ലാവരും മഴയായിട്ട് കോച്ചെടുത്തിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് നടക്കും. കളി എങ്ങനെ നടക്കണം, ഇനി വെട്ടിച്ചിരിക്കണോ എന്നതിനെപ്പറ്റി ആലോചിച്ച് നടക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഷൂട്ടിൻ്റെ തിരക്ക് കാരണം പ്രാക്ടീസ് ഒന്നും വരെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ജയിക്കാൻ പറ്റും പരിപാടിയില്ല. പിന്നെ തീർച്ചയായിട്ടും 3 ദിവസം ബ്രേക്കാണ് ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. സാധാരണ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് വന്നു. പക്ഷേ ഇന്നൊരു ദിവസം വേസ്റ്റ് ആവുന്ന ലക്ഷണമുണ്ട്. മഴ കാരണം നമ്മുടെ കളികൾ നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മഴ പെയ്യുമല്ലോ. പ്രാർത്ഥിച്ചാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗംഭീരമായിട്ട് കളിക്കാനൊക്കെ തയ്യാറായിട്ട് വന്നതായിരുന്നു. ഇന്നത്തെ കാര്യം ഏറ്റുമിക്കാറ്. നാളെ അപ്പം അടിപൊളിയായിട്ട് കളിക്കില്ലേ? കുളിക്കും നമ്മൾ. പിന്നെ
ആടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇത് വേണം കൂടെ ഒന്ന് പറ, കാര്യമായിട്ട് ഉജ്ജ്വല പ്രകടനം നമ്മളെ മെയിൻ ബൗളറാണ്. എൻ്റെ ഭാഷ ദൈവത്തിന് തന്നെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അറിയാം. എന്തായാലും കപ്പടിച്ചേ ഇല്ലെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ കപ്പെങ്കിലും എടുത്ത് നമ്മൾ പോയില്ലേ. നമസ്കാരം. നമ്മളെല്ലാവരും സീരിയലിൽ അഭിനയിക്കുകയാണ്. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളും പരസ്പരം കാണുന്നത് നമ്മുടെ വർഷത്തിലൊരിക്കൽ ആത്മയുടെ മീറ്റിങ്ങിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സൗഹൃദ മത്സരങ്ങൾ എന്ന രീതിയിൽ നമുക്കിവിടെ ഗ്രൗണ്ടിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ സീരിയലിലുള്ള എല്ലാ നടന്മാരെയും, നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെല്ലാവരും, നടന്മാർ മാത്രമല്ല, ഇപ്പോൾ സീരിയലിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന നടന്മാരെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇപ്പോൾ TCLനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് പുറമെ, നടന്മാർക്ക് പുറമെ എല്ലാ ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും മേക്കപ്പ്മാരും എല്ലാ ടെക്നീഷ്യന്മാരും ഒരുമിക്കുന്ന ഒരു വർഷത്തിലൊരിക്കലുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളും എൻജോയ് ചെയ്യാം. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് TCL നടക്കുന്ന ഗ്രൗണ്ടിലാണ്. പൂജപ്പുര മൈതാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഭയങ്കര സാന്ത്വന ടീം എല്ലാം ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് മഴ നമ്മളെ ചതിച്ച് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കളി ക്യാൻസൽ ചെയ്തിട്ടില്ല. കളി നടക്കില്ല എന്നുള്ളതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് കുറേ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളി നാളെയാണോ അത് ഇന്നിനി ഉച്ച കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച നടക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും എല്ലാവരും ആവേശത്തോടു കൂടി ഇവിടെ നമ്മുടെ സാന്ത്വന ടീം കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ മറ്റ് സീരിയൽസ് എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ശരിക്കും എൻ്റെ ഫസ്റ്റ് TCLാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഗ്യാലറി ഇരുന്ന് ഈ കളി കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള സീരിയൽ ആർട്ടിസ്റ്റുകളൊന്നും, നമുക്ക് കൂടുതലുള്ള ആർട്ടിസ്റ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എപ്പോഴും. അപ്പം അതിനൊരു ചാൻസാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ വിജയമാവട്ടെ. ഇത് 9ാമത്തെ സീസണാണ്. വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും എന്താ പറയുക, ആത്മാർത്ഥതയോടുകൂടി കളിക്കുകയാണ്. സാന്ത്വന ടീം വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ. അപ്പം ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ചാരാ. ഞാൻ ആക്ച്വലി ഏതോ ജന്മകൽപ്പനയിലെ നായകനാണ്. അപ്പോൾ എൻ്റെ സീരിയലിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ടീമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയാണ് എന്നെ ബി ട്രാക്സ് ടീമിലേക്ക് വിളിക്കുന്നത്. ബട്ട് പുള്ളി വേറെ ടീമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ മുന്നേ പരിചയമുള്ള സുധി ചേട്ടനുണ്ട്, പിന്നെ രഞ്ജിഷ് എന്ന് പറഞ്ഞ കുറച്ച് ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. എൻ്റെ സീരിയലിൽ നിന്ന് വേറെ ആരുമില്ല. ബാക്കിയുള്ള എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്, സീരിയലിൽ നിന്നല്ല എന്നേ ഉള്ളൂ. TCLന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് സീസണാണിത് ആക്ച്വലി. പക്ഷേ മഴ കാരണം ഇന്ന് കളി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെയാണ്. TCL എല്ലാ ആർട്ടിസ്റ്റുകളെയും ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ TCL അതിഗംഭീരമായിട്ട് ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നു. അപ്പം ഇന്ന് ചെറിയൊരു മഴയൊക്കെ കാരണം നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. നാളെ മുതൽ അടിപൊളിയായിട്ട് തുടങ്ങാൻ പോവാണ്. എന്ന് വെച്ചാൽ എനിക്കിവിടെ ഭയങ്കര ഓർമ്മകളാണ്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് എല്ലാ ടീമും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, പല പല വർക്കുകളിലായിട്ട് പോയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളെല്ലാവരും കാണുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ കളിയേക്കാൾ ഉപരി എല്ലാവരും ഒരു കൂട്ടായ്മ, എല്ലാവരും കണ്ട് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മുടെ TCL എന്ന് പറയുന്നത്. അപ്പം അതിന് സജി സാർ എടുക്കുന്ന ഒരു എഫേർട്ട്, സജി സാറ്, കണ്ണൻ, നമ്മുടെ പിന്നെ ഷാജി തിരുമല, ഇവരൊക്കെ കൂടി എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. ആ ഒരു എഫേർട്ടിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. അപ്പം ഓർമ്മ എന്ന് വെച്ചാൽ ഏതെങ്കിലും ടീമിലൊക്കെ ആയിരിക്കും ഞാൻ സാധാരണ വന്നു കഴിഞ്ഞാൽ കളിക്കാറ്. ഏതെങ്കിലും ഒരു ടീം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സീരിയലിൻ്റെ ടീമിന് വേണ്ടി കളിച്ചു. പിന്നെയുള്ളത് ഏതെങ്കിലും ടീമിൽ സൈസാർ പറയും ഇന്ന ടീം കളിച്ചോ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കയറി കളിക്കും. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിന്ന് കളിച്ച് അടിച്ച് പൊളിച്ച് നമ്മളൊരു 3 ദിവസം ഇങ്ങനെ പൊളിക്കുന്ന ഒരു പരിപാടിയാണ് TCL. അപ്പം ഇതിൻ്റെ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എൻ്റെ വലിയൊരു വിജയാശംസകൾ. ഏതെങ്കിലും ഒരു ടീമേ ജയിക്കൂ, ആ ഒരു വീറോടും വാശിയോടും കൂടി ഈ കളി കാണാനും അത് ആസ്വദിക്കുവാനും അതിനുവേണ്ടി എഫേർട്ട് ചെയ്യാനും ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഞാനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ പൂജപ്പുര ഗ്രൗണ്ടാണ്, ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഇവിടെ വരാം, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു.